നമസ്കാരം. ലാലേട്ടൻ കട്ടക്കലിപ്പിലാണ് കേട്ടോ. ഞാൻ നല്ല കലിപ്പിലാണ്. ലാലേട്ടൻ ഒരു യെല്ലോ കാർഡൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊരു യെല്ലോ കാർഡാണ്. അടുത്ത പ്രാവശ്യം ഇത് റെഡ് കാർഡ് ആവുമ്പോൾ നിങ്ങൾക്ക് ആരെയാണോ ഞാൻ യെല്ലോ കാർഡ് കാണിച്ചിരിക്കുന്നത് അയാള് തിരിച്ച് എന്റെ അടുത്തേക്ക് കയറി വരാമെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് വളരെ കലിപ്പിൽ നിൽക്കുന്ന ലാലേട്ടനെയാണ് കാണുന്നത്. ലാലേട്ടൻ പറയുന്നുണ്ട് ആരെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമോ, അറിയുന്ന ആള് ആരെയാണെന്ന് മനസ്സിലായെങ്കിൽ അവർ എണീറ്റ് നിൽക്കുക എന്ന് പറയുന്നുണ്ട്. ആരും എണീറ്റ് നിൽക്കുന്നില്ല. ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ആരെയാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്, മറ്റാരെയുമല്ല. ഇത് ശ്രീകുമാർ, അഭിഷേക് ശ്രീകുമാറിനെയാണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തത്. കാരണം അഭിഷേക് ശ്രീകുമാറിന് വേണ്ടിയിട്ട് അവർ ഒരു പ്രൊമോ തന്നെ ഇറക്കിയിട്ടുണ്ട്. ഒരു LGBT കമ്മ്യൂണിറ്റിയെ ഇതുപോലെ ഇകഴ്ത്തി സംസാരിച്ചത് കൊണ്ട് തന്നെ അഭിഷേക് ശ്രീകുമാറിന് നല്ല വാണിംഗ് കിട്ടും. അവർക്ക് ഒരിക്കലും കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ആ രീതിയിൽ അവരുടെ സമൂഹത്തെ മൊത്തം, ആ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തം അവരെന്ത് ചെയ്തു, ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്തത് കൊണ്ട്. അതുമല്ല അവരുടെ കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ പരാതിയിൽ പോയിട്ടുണ്ട്. ഏഷ്യാനെറ്റിലേക്കും ഈ എൻഡമോൺ ഷൈലിലേക്കും ഒരുപാട് പരാതികൾ പോയിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയെ ഇത്രയും താഴ്ത്തി സംസാരിക്കുന്നു, ഇത്രയും അപകീർത്തിപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലൊക്കെ കംപ്ലൈന്റ്, യമനെ അവിടെ നിന്ന് പുറത്താക്കണമെന്നുള്ള ഹർജി കാര്യങ്ങൾ ഒരുപാട് പോയിട്ടുണ്ട്. അതിന്റെയൊക്കെ അനന്തരഫലമാണ് ഇന്ന് ലാലേട്ടൻ കാണുന്നത്. കട്ടക്കളിപ്പ്. ഇന്ന് എന്തായാലും അഭിഷേകനെ എടുത്തിട്ട് ഉരുട്ടും. അതൊരു മാറ്റമില്ല. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.